നെക്സ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ മാർട്ടിയേഴ്സ് കോർണർ ബൈ ആർ കെ നാരായൺ. ആർ കെ നാരായണൻ്റെ കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത് രാസിപുരം കൃഷ്ണസ്വാമി നാരായൺ എന്നാണ്. 2001 അദ്ദേഹം മരിച്ചത്. പോപ്പുലർലി ഹീ ഈസ് നോൺ ആസ് ആർ കെ നാരായൺ. ആൻഡ് ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് ഓഫ് ദ 20th സെഞ്ചുറിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. ആൻഡ് അദ്ദേഹം ഒരുപാട് നോവൽസ്, ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, നോൺ ഫിക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഹീ ഈസ് ഫോൺലി റിമെമ്പേർഡ് ഫോർ ഹിസ് മാൽഗുഡി ഡേയ്സ്, അല്ലെങ്കിൽ മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ സൗത്ത് ഇന്ത്യൻ ടൗണിനെ വെച്ചിട്ടാണ് അദ്ദേഹം മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് മാർട്ടിയേഴ്സ് കോർണർ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ പേര് ലോലി റോഡ് ആൻഡ് അതർ സ്റ്റോറീസ്. 1956 ആ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ മാർട്ടിയേഴ്സ് കോർണർ എന്നുള്ള സ്റ്റോറി. അപ്പോൾ മാർട്ടിയേഴ്സ് കോർണർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അതെന്ന് പറയുന്നത് ഒരു ഫുഡ് വെൻഡറിൻ്റെ കഥയാണ്. ഫുഡ് വെൻഡർ എന്ന് പറഞ്ഞ രാമ എന്നുള്ള ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അയാളൊരു ഫുഡ് വെൻഡറാണ്. അത് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ ഒരു ജോലിയാണ്. ആൻഡ് ഈ റൈറ്റർ നമ്മുടെ ആ സമയത്ത്, അതായത് ഈ രാമൻ ജീവിക്കുന്ന ആ സമയത്തെ ഉള്ള ആ ഒരു ടൈമിലുള്ള പൊളിറ്റിക്കൽ റയറ്റ് എങ്ങനെയാണ് ഇയാളുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്തത്, ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി ബിഗിൻ ചെയ്യുന്ന രാമൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചാണ്. അയാളൊരു ടെമ്പററി സ്റ്റോളൊക്കെ ഇട്ട് പിന്നെ മാർക്കറ്റ് റോഡിൽ ഒരു ക്രൂഷ്യൽ ഒരു ജംഗ്ഷനിലാണ് അദ്ദേഹം ആ ഒരു പോയിന്റിലാണ് ഈ സ്റ്റോൾ ഇട്ടേക്കുന്നത്, ഫുഡ് വെൻഡിങ്ങിൻ്റെ. ബിറ്റ്വീൻ 8 and 10 എവറി ഈവനിങ് ഈ സ്റ്റോൾ ഇയാൾ, അതായത് 8 മണി തൊട്ട് 10 മണി വരെ വൈകുന്നേരം, ആ സമയത്താണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പിന്നെ സ്റ്റോൾ ഇട്ടേക്കുന്നത്. അയാൾ ഗുഡ്സ് എല്ലാം സെല്ല് ചെയ്തിട്ട് അയാൾ പിന്നെ പോവും. 10 രൂപയായിരിക്കും ഇയാൾക്ക് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ കിട്ടുന്നത് പ്രോഫിറ്റായിട്ട്. അപ്പം മാസം ആകുമ്പോഴത്തേക്ക് 300 രൂപയെങ്കിലും ഇദ്ദേഹത്തിന് കിട്ടും. ആൻഡ് ആ സമയത്തുള്ള ഗ്രാജുവേറ്റ്സ് പോലും 300 രൂപയൊന്നും കിട്ടാൻ ഓടി നടക്കുന്ന സമയത്താണ് നമ്മുടെ രാമന് ഈ ഒരു കടയിലൂടെ തന്നെ 300 രൂപ മാസത്തിൽ കിട്ടുന്നത്. ഓക്കെ, സോ പിന്നെ ഒരുപാട് പേരൊക്കെ കാഷ്വലായിട്ട് രാമൻ്റെ ഏർണിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദേ ഫെയിൽ ടു സീ ദി ഹാർഡ് വർക്ക് ഓഫ് രാമ. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും പൈസ കിട്ടുന്നതെന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ ആ രാമൻ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആരും അയാളുടെ ഹാർഡ് വർക്ക് കണ്ടില്ല. അറ്റ് 8:15 ഈവനിങ് രാമ പങ്ക്ച്വലി സ്പോട്ടിലെത്തുന്നു. ഒരുപാട് ഫുഡിൻ്റെ ലോഡ് കൊണ്ടുവരുന്നു. 4 കൈ ഉള്ളത് പോലെയാണ് ഇയാൾ ശരിക്കും പറഞ്ഞ സാധനങ്ങളെല്ലാം ആയിട്ട് വരുന്നത് ഈ ഒരു സ്പോട്ടിലോട്ട്. 8:15 കറക്റ്റ് രാത്രി എത്തുന്നുണ്ട്. ആൻഡ് എന്നിട്ട് ഇദ്ദേഹം ഡിസ്പ്ലേയിൽ ഒരുപാട് കാര്യങ്ങൾ ഇടുന്നുണ്ട്. എല്ലാം കുറേ സ്നാക്സ്. ആർക്കും ഈ സ്നാക്സ് നോക്കാതെ അല്ലെങ്കിൽ ഫുഡിലോട്ട് നോക്കാതെ അതുവഴി പാസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പം ഒരു ആ ഒരു സ്പോട്ടിലാണ് ഇയാൾ, ആ ഒരു മെയിൻ ജംഗ്ഷനിലാണ് ഇയാൾ ശരിക്കും പറഞ്ഞ ഈ ഒരു സ്റ്റോള് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളുടെ ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയതും. ആൻഡ് ദെൻ ഇയാളുടെ സ്പോട്ട് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇയാളുടെ ഇതിനകത്തുനിന്ന് മേടിക്കാം അല്ലേ. അതുപോലെ തന്നെ ബെഗേഴ്സിനാണെങ്കിലും ഗ്രാസ് സെല്ലിംഗ് വിമൻ ആണെങ്കിലും ജുഡ്ക ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇയാളുടെ ഈ ഒരു കടയിലോട്ട് എല്ലാവരും ഇടിച്ചു കയറി വന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ്. പിന്നെ അപ്പം ഇറ്റ് സീംസ് ദാറ്റ് എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏർണിങ്സ് എന്ന് പറയുന്നത് തീരുന്നത് രാമൻ്റെ അടുത്താണ് എന്നാണ് ഇങ്ങനെ ആളുകൾ പറയുന്നത്. ആൻഡ് ഹിസ് കസ്റ്റമേഴ്സ് ഓൾസോ പേട്രണൈസ് ഹിം ഫോർ ദി ചീപ്പ് പ്രൈസ്. ആൻഡ് അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ്. സോ ഇയാൾ കസ്റ്റമേഴ്സിനെല്ലാം ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇയാളുടെ ഫുഡ് കഴിക്കാനും. സോ പിന്നെ രാമ ഈ ഹൈജീൻ്റെ കാര്യത്തിലൊക്കെ അയാൾ കുറച്ച് ബാക്കിലോട്ടാണ്. പക്ഷേ ഒരു മാറ്റർ ഓഫ് കൺസേൺ ആയിട്ട് കസ്റ്റമേഴ്സ് ആരും അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ആൻഡ് ഓൾസോ ഒരു സ്മാർട്ട് ബിസിനസ്മാനെ പോലെയാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ പെരുമാറുന്നത്. അപ്പം വേറെ കാര്യങ്ങളൊന്നും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യത്തില്ല, നോക്കാത്തുമില്ല. ആൻഡ് ഹി ഓൾസോ ഡിസ്പ്ലേ സ്മാർട്ട് ബിസിനസ് അക്യുമെൻ. പിന്നെ അതുപോലെ തന്നെ പോലീസുകാരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഒഫീഷ്യൽസിനെ ആണെന്നുണ്ടെങ്കിലും ഒക്കേഷണൽ പാക്കറ്റ്സ് ഇയാൾ അങ്ങോട്ട് കൊടുത്ത് അവരെയും വശത്താക്കി മാനേജ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഇൻ എ നട്ട്ഷെൽ ഇയാളുടെ വൈഫ് നല്ലൊരു ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ലൈഫാണ് നയിക്കുന്നത്. സോ ഇൻ ദിസ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ആർ കെ നാരായൺ ആ ഒരു ടിപ്പിക്കൽ സ്മോൾ ടൗണിൽ വിവിഡ് ആൻഡ് എംപതറ്റിക് പിക്ചർ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. റിമൈനിങ് പാർട്ട് ഓഫ് ദ സ്റ്റോറിയിൽ റൂട്ടീൻ ലൈഫ് ഓഫ് രാമ പെട്ടെന്ന് ചേഞ്ച് ആവണം. ബിക്കോസ് രാമ ഒരു ദിവസം ഈവനിങ്ങിൽ എത്തുമ്പോൾ, പഴയ സ്പോട്ടിലെത്തുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുവാണ് 2 പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് തമ്മിൽ. അപ്പം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സോഡ ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ യൂസ് ചെയ്ത് മിസൈൽസ് പോലെ പായാൻ തുടങ്ങി. അതായത് ഭയങ്കരമായിട്ട് പ്രശ്നമായി. സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നു, സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഫൈറ്റായി മാറി.
പോലീസ് കൺട്രോൾ ചെയ്യാൻ നോക്കിയെങ്കിലും സിറ്റുവേഷൻ, പക്ഷേ എന്താണ്, ഓപ്പൺ ഫയർ യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി. വെൻ്റെ നെക്സ്റ്റ് ഡേ എന്താണ്, രാമ ഈ ഒരു സ്റ്റാള് വേറൊരു സ്ഥലത്തിടാൻ എന്താ പറയുക നിർബന്ധിതനായി. ആൻഡ് ആ സമയത്ത് എന്താണ്, വൺ ഡേ ആഫ്റ്റർ ദി റിട്ടേൺ ഓഫ് നോർമൽസി, പിന്നെ പഴയ പോലെ കാര്യങ്ങളെല്ലാം നോർമലായി. രാമ എന്താണ് ഈ ഒരു യൂഷ്വൽ സ്പോട്ടിൽ ഇടാൻ ഇയാളെ സമ്മതിക്കുന്നില്ല. അതായത് കുറേ ആളുകൾ പറയുകയാണ് മുനിസിപ്പാലിറ്റി ഈ ഒരു കോർണർ അവരുടെ ലീഡറിൻ്റെ മെമ്മോറിയൽ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. സോ ഇനി ഇവിടെ സ്റ്റോളൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അങ്ങനെ ആ സമയത്ത് എന്താണ്, അതായത് പോലീസുകാർ മറ്റേ ബുള്ളറ്റ് വെച്ച് ആരെയൊക്കെ വെടിവെച്ചില്ല, അതിലൊരാൾ മരിച്ചുപോയി. അപ്പോൾ ആ ലീഡറിൻ്റെ അത് മരിച്ചത് ഒരു ലീഡറായിരുന്നു. അയാളുടെ പ്രതിമ എവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ആ സ്പോട്ട് ആർക്ക് കൊടുത്തില്ല, രാമന് കൊടുത്തില്ല. ഇപ്പോൾ 200 yards കുറച്ച് അങ്ങോട്ട് മാറി എന്ത് ചെയ്യാൻ തുടങ്ങി, ഇയാൾ സ്റ്റോൾ ഇട്ടു. പക്ഷെ എന്താണ്, ഒരുപാട് പേര് അവിടെ ഒരു പൊളിറ്റിക്കൽ അടിയൊക്കെ നടന്നുകൊണ്ട് ആളുകൾക്ക് പേടിയായി. പിന്നെ ആളുകളാരും അയാളുടെ അടുത്തോട്ട് പോകാറായി. അങ്ങനെ രാമൻ്റെ ഏർണിങ്സ് എല്ലാം ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ആൻഡ് ഫൈനലി വൺ നൈറ്റ് ഹി ഡിക്ലെയർസ് ടു ഹിസ് വൈഫ് ദാറ്റ് ബിസിനസ് തീർന്നു. അപ്പോൾ ഇയാൾ എന്താണ്, റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററിൻ്റെ ജോലി എടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അയാൾ ഒരു ദിവസം ഒരു ഹോട്ടൽ ഓണർ, അതായത് ഒരു ഓണറായിരുന്നു, ഇയാളൊരു സ്റ്റോൾ ഓണറായിരുന്നു, ഇയാളൊരു മുതലാളിയായിരുന്നു പണ്ട് എന്നുള്ളൊരു നിർവൃതിയോടുകൂടി ഇയാൾ എന്താണ് ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. രാമ ഫ്രീ ആയിട്ട് ഒരു ഐറ്റം കൊടുക്കുമായിരുന്നു കസ്റ്റമേഴ്സിന്, അത് ചട്നിയാണ് കേട്ടോ. പിന്നെ രാമ ഉറങ്ങിയിരുന്നത് പിയോൾ എന്നുള്ളൊരു സ്ഥലത്തായിരുന്നു. ആൻഡ് പിന്നെ ഇയാളുടെ 4 ചപ്പാത്തീസിന് 1 രൂപയായിരുന്നു ഇയാൾ കോസ്റ്റ് കൊടുത്തിരുന്നത്, അതായത് പ്രൈസ് ചെയ്തിരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിലാണ് ഇയാൾ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നത്. രാമ എല്ലാ ദിവസവും രാവിലെ എന്താണ് 3 മണിക്കായിരുന്നു ഇദ്ദേഹം എണീറ്റോണ്ടിരുന്നത്. അതായത് എല്ലാ ദിവസവും രാവിലെ അപ്പുറത്തെ വീട്ടിലുള്ള പൂവൻകോഴി കൂവും. ആ ഒരു സമയത്താണ്, അതായത് ഏകദേശം 3 മണിക്കാണ് ഇയാൾ ഉണർന്നത്. രാമ എന്തായിരുന്നു സെല്ല് ചെയ്തിരുന്നത്, സ്നാക്സും ബെവറേജസും ആയിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. രാമൻ്റെ കസ്റ്റമേഴ്സ് ആരായിരുന്നു, സ്റ്റാളിന് അടുത്തൂടെ പോകുന്ന എല്ലാ ലോക്കൽസും ടൂറിസ്റ്റുകളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇയാളുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് റൈറ്റ് ബ്രേക്ക് ഔട്ട് ആയത്, 2 പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള പ്രശ്നമായിരുന്നു. പിന്നീട് അത് വയലൻസിലോട്ട് പോയി. ദെൻ എന്തുകൊണ്ടാണ് രാമൻ്റെ കസ്റ്റമേഴ്സിന് ഇയാളെ ഇഷ്ടപ്പെട്ടത്, ബിക്കോസ് ഹി ഓഫേർഡ് പ്രൈസ്, അതായത് അഫോർഡബിൾ പ്രൈസസിലാണ് ഇയാളെല്ലാം വിറ്റിരുന്നത്. കോഫിയൊക്കെ 6 പെൻസസ് ആയിരുന്നു. 4 ചപ്പാത്തീസൊക്കെ 1 അണയ്ക്കായിരുന്നു ഇയാൾ കൊടുത്തിരുന്നത്. അണ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഇയാളുടെ ജനറോസിറ്റിയൊക്കെ ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ടാണ്. പിന്നെ രാമൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ രാമ ഒരു സിമ്പത്തറ്റിക് ആൻഡ് കമ്പാഷനേറ്റ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ ബൂട്ട് പോളിഷ് ചെയ്യുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഇയാളുടെ കടയുടെ അടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ കുട്ടികളുടെ അടുത്തൊക്കെ ആ കുട്ടികളുടെ ഡിഫിക്കൽട്ട് ലൈഫ്സും പോവർട്ടിയിലൊക്കെ ഇയാൾക്ക് ഒരുപാട് എമ്പത്തറ്റിക് ആയിരുന്നു ഇയാൾ. ആൻഡ് കസ്റ്റമേഴ്സൊക്കെ കുറച്ചും കൂടി നല്ലോണം പേ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഇയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ വൈ ഡിഡ് രാമ ഹാവ് ടു മൂവ് ഹിസ് സ്റ്റോൾ, എന്തുകൊണ്ടാണ് ഇയാൾ എന്നും പോകുന്ന സമയത്ത് ഒറിജിനൽ സ്പോട്ടിൽ അവിടെ ഒരു ലീഡർ മരിച്ചു കിടന്നുകൊണ്ട് അവിടെ ഒരു വയലന്റ് ഇൻസിഡൻറ്റിന് ശേഷം ഒരു ലീഡർ മരണപ്പെട്ടു. അയാളുടെ പ്രതിമ അവിടെ സ്ഥാപിക്കണമെന്ന് അവരുടെ ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം പറഞ്ഞു. അതൊരു ഹോളി പ്ലേസ് ആയിട്ട് മാറ്റണം എന്നുണ്ടെന്ന് മുനിസിപ്പാലിറ്റിക്ക് അത് ഒരു മെമ്മോറിയലിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് രാമയ്ക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു, സ്റ്റോൾ മാറ്റേണ്ടി വന്നു. പിന്നെ ദെൻ രാമൻ്റെ വൈഫ് എങ്ങനെയാണ് രാമയെ സ്വീകരിച്ചിരുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ, അതായത് രാമ നൈറ്റിൽ എത്തുമ്പോൾ വൈഫ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ മേടിച്ചകത്ത് കൊണ്ടുപോകുന്നു. ആൻഡ് ദെൻ ക്ലോത്ത് ബാഗ് എല്ലാം ഇയാളുടെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് ആ ദിവസത്തെ ഏർണിങ്സ് എല്ലാം ഇവർ രണ്ടുപേരുടെ സൂക്ഷിച്ച് വെക്കുന്നു, കൗണ്ട് ചെയ്യുന്നു ക്യാഷ്. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നു ഒരു വുഡൻ ബോക്സിൽ. ഓക്കെ, ഇപ്പോൾ രാമൻ്റെ ബിസിനസ് എങ്ങനെയാണ് ഫിനിഷ്ഡ് ആയെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം, എന്ത് കാരണം കൊണ്ടാണെന്നും. പിന്നെ ടിപ്പിക്കലായിട്ടുള്ളൊരു ഇന്ത്യൻ വേ ഓഫ് ലൈഫാണ് RK നാരായണനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ, ട്രഡീഷൻസ്, വാല്യൂസ്, സൊസൈറ്റിയെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എല്ലാ സ്റ്റോറീസിനകത്തും. വളരെ റിലേറ്റബിൾ ആയിട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഓർഡിനറി ക്യാരക്ടേഴ്സിനെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും കോമൺ പീപ്പിൾ ഇൻ ഇന്ത്യ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെയാണ് RK നാരായണൻ എഴുതുന്നത്. അതായത് ഫാമിലി, റിലേഷൻഷിപ്പ്, റിലീജിയൻ, സ്ട്രഗിൾസ് ഓഫ് ഇൻഡിവിജ്വൽസ്, എക്കണോമിക് ചലഞ്ചസ്, സൊസൈറ്റിയിലുണ്ടാകുന്ന ചലഞ്ചസ് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ, കാസ്റ്റ് സിസ്റ്റം, കസ്റ്റംസ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലും ഐറോണിക്കൽ ആയിട്ടുള്ള രീതിയിലുമാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. ലോക്കൽ ലാംഗ്വേജിലൂടെ, കൊളോക്കൽ ലാംഗ്വേജിലൂടെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. യെസ്,
ഇപ്പം മാർട്ടിയേഴ്സ് കോർണർ എന്ന് എന്തുകൊണ്ടാണ് ഇതിന് പേരിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് മാർട്ടിയേഴ്സ് കോർണർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ സ്പോട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഒറിജിനൽ സ്പോട്ട് മാർട്ടിയേഴ്സ് കോർണർ എന്ന് വെച്ചാൽ അവിടെ ഒരു മാർട്ടിയർ മരിച്ച് വീണ് കിടന്നല്ലോ, ഒരു ലീഡറിനെ പോലീസുകാർ വെടിവെച്ചപ്പോൾ അയാൾ അവിടെ വെച്ച് വീണല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു മെമ്മോറിയൽ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെൻസിൽ അതൊരു മാർട്ടിയറിൻ്റെ കോർണറാണ്. അതുപോലെ തന്നെ നമ്മുടെ രാമൻ്റെ ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് അവിടെ വെച്ചിട്ടാണ് തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോയത്. അപ്പോൾ അതും ഒരു മാർട്ടിയേഴ്സ് കോർണറാണ്. അപ്പോൾ രാമൻ്റെ കാര്യവും പറയണം, പൊളിറ്റിക്കൽ ലീഡറിൻ്റെ കാര്യവും പറയണം. ഓക്കെ.